അല്ല അത് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ട്രൈബൽ സ്കൂളാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ സ്കൂളിനെ നമുക്കൊരു 5 വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റിയാൽ എല്ലാവരും അത് ഫോളോ ചെയ്യും. അല്ലാതെ ഞങ്ങൾ പോയിട്ട് അംബാനിയുടെ സ്കൂളിൽ പോയിട്ട് അത് മാറ്റിയിട്ട് കാര്യമില്ല. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു സ്കൂളിനെ മാറ്റിയാൽ എല്ലാവരും അത് ഫോളോ ചെയ്യും. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ആ പ്രോജക്റ്റ്. ഇന്ന് അവിടുത്തെ മാറ്റം കണ്ടിട്ട് ഒരുപാട് സ്കൂൾസിൽ ഇതേ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ലക്ഷ്യം വെച്ചാൽ ആ സ്കൂളിലെ എല്ലാ കുട്ടികളും കറക്റ്റ് കരിയർ ഡിസൈൻ നടത്തി അവരുടെ ടാലൻറ്റും പാഷൻ അനുസരിച്ചുള്ള ഇൻഡസ്ട്രിയിലേക്ക് എത്തുക. ഇപ്പം ഞങ്ങളുടെ കമ്പനിയൊക്കെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഈവൻ റഗ്ബി ക്ലബ്ബ് ബേസ്ബോൾ ക്ലബ്ബൊക്കെ അവിടെ ഓൾറെഡി ഫോം ചെയ്ത്. അപ്പോൾ ആ കുട്ടികളൊക്കെ ശ്രമിക്കുന്നത് ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാനാണ്. അവർ കളിക്കാൻ വേണ്ടിയല്ല പലരും, അവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഓരോ സ്പോർട്സിൻ്റെ ഇൻഡസ്ട്രിയാണ് പരിചയപ്പെടുന്നത്. അപ്പം അവർക്കറിയാം ഇപ്പോൾ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ 22 പേര് ഗ്രൗണ്ടിൽ കളിക്കുമ്പം 20,000 പേര് ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, അവിടെ ഗ്യാരണ്ടി സ്ലോട്ട്, അതിനുവേണ്ടി ശ്രമിച്ചാൽ കിട്ടും. അല്ലാതെ വിരാട് കോഹ്ലി ആവാൻ വേണ്ടി കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതം പാഴാകും. കാര്യം അതിൻ്റെ ചാൻസ് .0.1 ആണ്. അത്ര എക്സ്ട്രാ ടാലൻറ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു പ്ലെയർ ആവാൻ ശ്രമിക്കാവൂ. അതേസമയം ആ പാഷൻ ഉണ്ടെങ്കിൽ, കളിയോടുള്ള പാഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാം. അപ്പം അവിടുത്തെ ഇപ്പം കുട്ടികളിൽ നിന്ന് ഷെഫുമാരുണ്ടാവും. കാര്യം അവർ വീട്ടിൽ പോയിട്ട് കുക്കിംഗ് പഠിക്കുന്നുണ്ട്. അത് ഇപ്പം അവിടെ സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ല, പക്ഷേ അവർക്ക് പുഴയിൽ പോയിട്ട് സ്വിമ്മിങ് പഠിക്കാം. അവിടെ നല്ല സ്വിമ്മേഴ്സിനെയും ഒക്കെ അല്ലെങ്കിൽ ലൈഫ് ഗാർഡ്സിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തിയേറ്റർ ക്ലാസ് റൂം ചെയ്തു. അത് വേണം, അതില്ലാതെ നമുക്ക് പറ്റില്ല. അങ്ങനെ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയുടെ ഹെഡ്സ് പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്യുന്നു. അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് അവരെ ഗൈഡ് ചെയ്യുന്നു. അങ്ങനെ ആ കുട്ടികൾ കംപ്ലീറ്റ്ലി ഒരു വേറൊരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റ് സ്കൂൾസ് മാറട്ടെ.